2023 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് സീരീസ് ആണ് പെൻഡിങ് ട്രെയിൻ. ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ചു പേർ, എന്നാൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായതും അതുമൂലം ഉണ്ടാകുന്ന ഒരു വാം ഹോൾ വഴി ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ 2 ബോഗികൾ ഒരു പോർട്ടൽ വഴി ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരു ടൈം ലൈനിൽ എത്തുന്നു. അതും 2060-ൽ. ഭൂമി മുഴുവനും നശിച്ചു പോയ സമയം. അവിടുന്ന് അവരെങ്ങനെയായിരിക്കും രക്ഷപ്പെടുന്നത്? എന്നെങ്കിലും അവർക്ക് തിരികെ പാസ്റ്റിലേക്ക് പോകാൻ സാധിക്കുമോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. സീരീസിന്റെ മുഴുവൻ എപ്പിസോഡുകളും ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ജപ്പാനിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. ജോലിക്ക് പോകുന്നവർ, പഠിക്കാൻ പോകുന്നവർ, അങ്ങനെ പലതരം തിരക്കിൽപ്പെട്ടവരും ട്രെയിൻ കാത്തോടെ നിൽക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നായകനുണ്ട്. അവന്റെ പേര് സാം. ആളൊരു ഫയർ ഫൈറ്റർ ആണ്. നമ്മുടെ സാമിനെ മുളിഞ്ഞു നോക്കിക്കൊണ്ട് കണ്ണാടി ഇട്ടൊരു പെണ്ണവിടെ നിൽപ്പുണ്ട്. അവളുടെ പേര് ജെനി. ഒരു സ്കൂളിലെ ജിം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അവൾ. മാത്രമല്ല ആൾക്ക് നമ്മുടെ സാമിനോട് ചെറിയൊരു ക്രഷും കൂടിയുണ്ട്. സാമിന്റെ തൊട്ടടുത്തായിട്ട് വെള്ളമുടിയൊക്കെയുള്ള ഒരുത്തരം ട്രെയിൻ കാത്തു നിൽപ്പുണ്ട്. അവന്റെ പേര് നോയ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ട്രെയിൻ കാത്തു നിൽക്കുവാണ്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ കാത്തുനിന്ന് ട്രെയിനും എത്തി. ട്രെയിൻ നിന്നതും ഓരോരുത്തരും പല കമ്പാർട്ട്മെന്റിലായിട്ട് തിക്കി തിരക്കി കയറുകയാണ്. നമ്മുടെ ജെനിയും സാമും പിന്നെ നോയൊക്കെ ഏറ്റവും ലാസ്റ്റ് കമ്പാർട്ട്മെന്റിലാണ് കയറുന്നത്. ആൾക്കാരെല്ലാം കയറിയതും സാധാരണ പോലെ ട്രെയിനും അവിടുന്ന് നീങ്ങി തുടങ്ങി. പെട്ടെന്നാണ് അവരുടെ എല്ലാം ഫോണിലേക്ക് ഒരു അലർട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ വളരെ വലിയൊരു ഭൂകമ്പം വരാൻ പോകുക. എല്ലാവരും ജാഗ്രതയായിരിക്കണം. ഈ അലർട്ട് വന്ന അടുത്ത സെക്കൻഡിൽ തന്നെ എല്ലാവരുടെയും ഫോണിലെ സിഗ്നൽ കട്ടാവുന്നു. കൂടെ തന്നെ ഇവർ പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ അതിവേഗത്തിൽ നീങ്ങാൻ തുടങ്ങി. ഇതിന്റെ ഇടയിൽ ഒരു ബോട്ടിലിന്റെ അടപ്പിങ്ങനെ ഉരുണ്ടു വരികയാണ്. ഇത് കണ്ട സാമ് അത് എടുക്കാനായിട്ട് കുനിഞ്ഞതും അവന്റെ കൈയുടെ തൊട്ടടുത്ത് വന്നതും പെട്ടെന്ന് അതങ്ങ് മാഞ്ഞുപോയി. അത് കണ്ടപ്പോഴേ കാര്യങ്ങൾ എന്തോ പന്തിയല്ലെന്നത് മനസ്സിലായി. അവനത് ചിന്തിച്ച് തീർന്നതും അടുത്ത സെക്കൻഡിൽ തന്നെ ആ ട്രെയിൻ ഒരു വലിയ ടണലിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്നു. അമിത വേഗത്തിലായതുകൊണ്ട് തന്നെ എല്ലാവരും ബാലൻസ് കിട്ടാതെ തറയിലേക്ക് വീണുപോയി. ഭാഗ്യത്തിന് ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ട്രെയിൻ നിന്നെന്ന് മനസ്സിലായതും ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും ട്രെയിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിച്ചത് നോക്കിയപ്പോഴോ അവരിപ്പോൾ വന്നപ്പെട്ടേക്കുന്നത് ഒരു കാട് പോലുള്ള സ്ഥലത്തേക്കാണ്. എന്താ ഏതാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അത് മാത്രമല്ല ഇവര് കയറിയ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഏറ്റവും ലാസ്റ്റ് ബോഗി മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി ട്രെയിൻ എവിടെ പോയി? ഇതേ സമയം ട്രെയിനിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം സേഫ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ട്രെയിൻ നിന്നതും ഓഫീസേഴ്സ് എല്ലാം വളരെ വെപ്രാളത്തോട് ഓടി വരികയാണ്. ഏറ്റവും അറ്റത്ത് ചെന്ന് നോക്കിയപ്പോഴോ ട്രെയിനിന്റെ ലാസ്റ്റ് ബോഗി കാണാനില്ല. ഒരു പക്ഷേ ടണലിനുള്ളിൽ എവിടെയെങ്കിലും വിട്ടുപോയതാണെങ്കിലോ? അത് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും ടണലിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ എത്ര തേടി നടന്നിട്ടും ഇവരെ കൊണ്ട് ആ ഒരു ബോഗി മാത്രം കണ്ടെത്താനായില്ല. ഷെടാ, ഇതെവിടെ പോവാനാ? ഇനി മാഞ്ഞങ്ങാണം പോയോ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു കാട്ടിൽ പെട്ടുപോയ ബോഗിയിൽ ഉണ്ടായിരുന്നവർക്കും. സാം ഒരു ഫയർ ഫൈറ്റർ അല്ലേ, അതുകൊണ്ട് തന്നെ അവൻ അവിടെയുള്ള എല്ലാവരും സമാധാനപ്പെടുത്തുന്നു. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ഇവിടെ വരും. അതുകൊണ്ട് സമാധാനത്തോടെ നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് ജെനി അവന്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ പോയി ആ ടണലിന്റെ ഉള്ളിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ? വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ഒന്ന് നിക്കണേ, ഞാനും വരാം നിങ്ങളുടെ കൂടെ. അതും പറഞ്ഞ് നോയയും അവരുടെ കൂടെ കൂടുന്നു. അങ്ങനെ 3 പേരും കൂടി ഒരു ടോർച്ച് ലൈറ്റുമായിട്ട് ആ ടണലിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരു വിധത്തിൽ അവർ ടണലിന്റെ വെളിയിൽ എത്തിയിട്ടുണ്ട്. സാധാരണ ടണലിന്റെ വെളിയിലായിട്ട് സിറ്റി അല്ലേ വരേണ്ടത്. എന്നാൽ ഇവര് കണ്ട കാഴ്ചയിൽ ഞെട്ടി നിൽക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ സിറ്റി പോയിട്ട് ചെറിയൊരു വീട് പോലും ഇല്ലായിരുന്നു. വെറും തരിശായ മരുഭൂമി മാത്രം. ഏത് നരകത്തിലാണ് വന്നു പെട്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. അവസാനം നിരാശയോടെ അവർ തിരികെ ട്രെയിനിലേക്ക് തന്നെ വരുന്നു. അവര് പറഞ്ഞ കാര്യം ബാക്കിയുണ്ടായിരുന്ന ആരും വിശ്വസിച്ചതുമില്ല. അവസാനം ജെനി റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടപ്പോഴാണ് അവർക്ക് വിശ്വാസമായതും. എന്ത് വേണമെന്നറിയാതെ എല്ലാവരും അന്തിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ചെറുക്കൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. അവന്റെ പേര് ജെറി. ശരിക്കും നടന്നത് എന്താണെന്ന് എനിക്കറിയാം. ആക്ച്വലി നമ്മൾ എല്ലാവരും മരിച്ചുപോയി. നമുക്കിപ്പോ ഫീൽ ചെയ്യുന്നതൊക്കെ വെറും നമ്മുടെ തോന്നൽ മാത്രമാ. അതുമല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പാരലൽ യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്ത് വന്നതാണെങ്കിലോ? അങ്ങനെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ് ചെക്കൻ. അവന്റെ ഈ തിയറിയൊക്കെ കേട്ട് ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കുകയാണ് എല്ലാവരും. ഒരു പക്ഷേ അല്പനേരം വെയിറ്റ് ചെയ്താൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വന്നാലോ? അതുകൊണ്ട് ദൂരേക്ക് പോകാതെ എല്ലാവരും ആ ട്രെയിനിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ജെറി ആണെങ്കിലോ ഈ സമയത്തും ഒരു വ്ളോഗ് ഒക്കെ എടുത്ത് ആള് ചില്ലായിട്ടിരിക്കുവാണ്. അവരുടെ കൂട്ടത്തിൽ റീന എന്ന പേരുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് അവൾ തന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബാഗ് തുറന്നു നോക്കുന്നു. സത്യം പറഞ്ഞാൽ അത് നോയയുടെ ബാഗാണ്. അവൾ അത് തുറന്നു നോക്കിയതും അതിനുള്ളിൽ നിന്നും അവൾക്കൊരു ലെറ്റർ കിട്ടി. ജയിലിൽ നിന്നും റിലീസ് ആയതിന്റെ ലെറ്റർ ആയിരുന്നു അത്. അവനൊരു ജയിൽ പുള്ളിയാണെന്ന് മനസ്സിലായതും അവൾ ശരിക്കും പേടിച്ചു. ശേഷം നേരെ പോയി ഒരു കള്ളിയെ പോലെ ജെനിയുടെ ബാഗ് തുറന്നു നോക്കുന്നു. അതിൽ നിന്ന് ഫുഡ് കിട്ടിയതും ഒന്നും അറിയാത്തതുപോലെ അവൾ ആ ഫുഡും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. നേരെ ചെന്ന് പെടുന്നത് നോയയുടെ മുന്നിലും. അവനൊരു കുറ്റവാളിയാണെന്ന് അവൾക്ക്
നമുക്കറിയാലോ. അവനെ കണ്ടു പേടിച്ചതും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് തറയിൽ വീണുപോയി. നോയ അതെടുത്ത് നീട്ടിയെങ്കിലും മൈൻഡ് പോലും ചെയ്യാതെ ഒരൊറ്റ ഓട്ടോ ആയിരുന്നു. അവനാണെങ്കിൽ ആ ഫുഡും കയ്യിൽ പിടിച്ചുകൊണ്ട് ട്രെയിനിന്റെ വെളിയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഫുഡ് എടുക്കാനായിട്ട് ജെനി തന്റെ ബാഗ് തുറന്നു നോക്കുന്നത്. പക്ഷേ ഫുഡ് കാണുന്നില്ല. ആരോ കട്ടെടുത്താണ് നമുക്ക് മനസ്സിലായി. അപ്പോ ദേ ജെനിയുടെ ഫുഡും പിടിച്ചുകൊണ്ട് നോയ പുറത്തിരിക്കുന്നു. സാർ, ഈ ഫുഡ് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? ഇത് ജെനിയുടെ ഫുഡാ. അയ്യോ, ഇത് ഞാൻ എടുത്തതല്ല, ദേ ഈ പെണ്ണ അതെടുത്തത് എന്നവൻ പറയാൻ വന്നതും പെട്ടെന്ന് റീന ചാടി എണീറ്റു. ഞാനൊന്നും ആ ഫുഡ് എടുത്തില്ല, ഇവൻ തന്നെ ആ ഫുഡ് കട്ടെടുത്തത്. എന്നിട്ട് ആ കുറ്റം എന്റെ മേലിടുന്നു. ഇവനൊരു പക്കാ ക്രിമിനലാ. ജയിലിലെ റിലീസ് നോട്ട് ഞാൻ ഇവന്റെ ബാഗിൽ നിന്ന് കണ്ടതാ. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ സംശയിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കുറ്റവാളിയെ നമ്മളുടെ കൂടെ നിർത്തുന്നത് തന്നെ നമുക്ക് ആപത്താ. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നതും എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് നോയ തന്നെ തന്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. സമയം കടന്നുപോയി. ട്രെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്നായിട്ട് വിശക്കാനും തുടങ്ങി. ആ സമയത്താണ് സാം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് തുറക്കുന്നത്. അതിൽ നിറയെ ഫ്രൂട്ട്സ് ആയിരുന്നു. അതിൽ നിന്നും കുറച്ചേ എടുത്ത് അവൻ എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കുറച്ചു മുന്നേ ചെറിയൊരു വീഡിയോ എടുത്തില്ലേ, ആ വീഡിയോയിൽ റീനിയാണെങ്കിൽ കുറച്ചു മുന്നേ ജെനിയുടെ ബാഗ് തുറന്ന് ഫുഡ് എടുത്തില്ലേ, അത് നല്ല കൃത്യമായിട്ട് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതും സകലർക്കും യഥാർത്ഥ കള്ളിയാരാണെന്ന് മനസ്സിലായി. പക്ഷേ എല്ലാവരും നോയെ സംശയിച്ചില്ലേ. അതുകൊണ്ട് തന്നെ അവനെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സാമും ജെനിയും കൂടി അവനെ തേടി ഇറങ്ങി. ഈ സമയം നോയയാണെങ്കിൽ ദിശ അറിയാതെ എങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് കാല് തെറ്റി അവനൊരു കുഴിയിലേക്ക് വീഴാൻ പോയതും പിടികിട്ടിയ ഒരു വള്ളിയിലെ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ് അവൻ. കൃത്യസമയത്താണ് നമ്മുടെ സാമും ജെനിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നതും ഒരു വിധത്തിലെ രണ്ടുപേരും കൂടി അവനെ വലിച്ചു മുകളിലേക്ക് കയറ്റി. സോറി, ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചതാ, ഞങ്ങളുടെ കൂടെ വാ, എല്ലാവരും ഒരുമിച്ച് നിന്നാലേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റൂ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അവനെ ട്രെയിനിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നേരത്തെ അവന്റെ ബാഗിൽ നിന്നൊരു ലെറ്റർ കിട്ടിയില്ലേ, സത്യം പറഞ്ഞാൽ അത് അവന്റെ ലെറ്റർ ഒന്നുമല്ല. നോയ്ക്ക് ഒരു അനിയനുണ്ട്. അനിയൻ എന്ന് പറഞ്ഞാൽ അവൻ അത്രയും ജീവനാണ്. പക്ഷേ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവൻ ഇപ്പോൾ ജയിലിൽ കിടക്കുവാണ്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇന്നാണ് അവൻ റിലീസ് ആകുന്നതും. അവനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു നോയ ട്രെയിനിൽ കയറിയത് പോലും. പക്ഷേ അതിന്റെ ഇടയ്ക്കല്ലേ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാതെ എവിടെ വന്ന് പെട്ടുപോയത്. ഇത്രയും വർഷം കഴിഞ്ഞ് തന്റെ അനിയൻ എന്ന് പുറത്തു വന്നിട്ട് അവനെ കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. അതിനെപ്പറ്റി ആലോചിക്കും തോറും അവൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സമയം കടന്നു പോകും തോറും ആൾക്കാരുടെ ക്ഷമയെ നശിക്കാൻ തുടങ്ങി. ഇവിടെ എങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലായതും ഓരോരുത്തരായിട്ട് ട്രെയിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങി. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ള ഒരാൾക്ക് അവിടെ നിന്നും പഴയൊരു ക്യാൻ കിട്ടുന്നത്. ജെറിയാണെങ്കിൽ തന്റെ ഫോണും കൊണ്ട് ആ സ്ഥലം മുഴുവൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നാൽ കൂട്ടത്തിലുള്ള ഒരു അപ്പൂപ്പനാണെങ്കിൽ നടന്ന് കുറെ ദൂരം ചെന്നതും അവിടെ കണ്ട കാഴ്ചയിൽ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങ് ദൂരെ മലമുകളിൽ വലിയ 2 ബിൽഡിംഗ്സ്. അത് കണ്ട് ഞെട്ടിയതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അയാൾ വേഗം തന്നെ ട്രെയിനിലേക്ക് തിരികെ പോകുന്നു. ശേഷം താൻ നേരത്തെ വായിച്ചുകൊണ്ടിരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് മറിച്ചു നോക്കുന്നു. നിങ്ങൾ ഈ വാർത്ത കണ്ടോ? നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ഈ ബിൽഡിംഗ് 2026 മാത്രമേ പണി പൂർത്തിയാകൂ. പക്ഷേ ഇതേ ബിൽഡിംഗ് ഞാൻ ഇവിടെയും കണ്ടു. പക്ഷേ അത് ഓൾറെഡി പണിയെല്ലാം കഴിഞ്ഞു ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതുപോലുണ്ടായിരുന്നു കാണാൻ. കൂട്ടത്തിൽ ഒരു ചെറുക്കന് ഒരു ജ്യൂസ് ക്യാൻ കിട്ടിയില്ലായിരുന്നോ? അതിലെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കിയതും അതിൽ 2026 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിലായിട്ട് ഒരു ബയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അവന്റെ കയ്യിലായിട്ട് ഇവിടുന്ന് കിട്ടിയ ഒരു ചെടിയുണ്ട്. ഈ ചെടി അത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ചെടിയാ. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ ടെക്നോളജി അത്ര പോലും വളർന്നിട്ടില്ല. കുറഞ്ഞത് ഒരു 30 വർഷമെങ്കിലും വേണ്ടിവരും അങ്ങനെയൊക്കെ മാറാൻ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 30 വർഷം ഫ്യൂച്ചറിൽ ടൈം ട്രാവൽ ചെയ്ത് വന്നതുപോലുണ്ട്. അത് കേട്ടതും ട്രെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. എന്നാൽ ഷോക്കിനേക്കാളും ഉപരി എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം ഇവരുടെ കയ്യിൽ ഫുഡും വെള്ളവും എല്ലാം വളരെ കുറച്ച് മാത്രമാണുള്ളത്. അത് വെച്ച് ഇത്രയും പേരെങ്ങനെ ജീവൻ നിലനിർത്തും? വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു പോംവഴി സാം കണ്ടെത്തുന്നു. അവൻ ട്രെയിനിന് മുകളിലായിട്ട് ഒരു വലിയ ടാർപ്പ വിരിച്ചിട്ടു. മഴ പെയ്യുമ്പോൾ വെള്ളം അതിനുള്ളിൽ നിറയുമല്ലോ, അത് കുടിക്കാനായിട്ട് എടുക്കാം. പക്ഷേ എപ്പോ മഴ പെയ്യാനാ? അതുകൊണ്ട് കാടിനുള്ളിൽ പോയി വെള്ളം അന്വേഷിച്ചാലേ പറ്റൂ. അങ്ങനെ സാമും ജെനി നോയും കൂടി വെള്ളം തേടി ഇറങ്ങി. കൂടെ അവർ ആ ബയോളജിസ്റ്റിനെയും കൂടെ കൂട്ടുന്നു. അയാൾക്ക് ഈ കാടിനെയും ചെടിയും പറ്റിയൊക്കെ നല്ല ബോധം കാണുമല്ലോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് അവര് അവിടെയായിട്ട് ഒരു തവളയെ കാണുന്നത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പുല്ലുകൾക്കും പാറകൾക്കും എല്ലാം ഈർപ്പമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ എവിടെ വെള്ളം ഉണ്ടെന്നല്ലേ. അത് കണ്ടെത്താനായിട്ട് ആവേശത്തോടെ അവർ മുന്നോട്ടേക്ക് നടന്നതും വലിയൊരു മലയുടെ അടുത്തേക്കാണ് അവർ ചെന്നെത്തുന്നതും. അവിടെയുള്ള ഒരു പാറയുടെ ഇടയിൽ നിന്നും വളരെ ലൈറ്റ് ആയിട്ട് വെള്ളം വരുന്നുണ്ട്. പക്ഷേ ആ വെള്ളം അവരെ കൊണ്ട് ശേഖരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ആ പാറയുടെ മുകളിൽ വെള്ളം കാണും. പക്ഷേ അതിനെ മല കയറണ്ടേ? അതിനാണെങ്കിൽ കയറ് വേണം താനും. അങ്ങനെ കയറെടുക്കാൻ വേണ്ടി അവർ തിരികെ കമ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോകുന്നു. ഇതേ സമയം ആ കമ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്കാണെങ്കിൽ ഒടുക്കത്തെ പല്ലുവേദന. പല്ലിനാണെങ്കിൽ നല്ല ആട്ടമുണ്ട്. അതെങ്ങനെയും എടുത്തേ പറ്റൂ. അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഒരു നൂല് വെച്ച് അയാളുടെ പല്ലിഞ്ഞെടുത്തു. ശേഷം അയാൾ അവിടെ ഒളിപ്പിച്ചു വെച്ച വെള്ളത്തിന്റെ അടുത്തേക്കാണ് പോയത്. ആരും കാണാതെ അതെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രെയിനിനകത്തുണ്ടായിരുന്ന മറ്റൊരാൾ ഇത് കാണുന്നത്. അയാൾ ഇത് എന്തായാലും ചെന്ന് മറ്റുള്ളവരടുത്ത് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്തുണ്ടായി ഊഹിക്കാലോ. എന്നാൽ അല്പനേരം കഴിഞ്ഞതും ആ പല്ലെടുത്ത ആള് തന്നെ വെള്ളത്തിന്റെ ബോക്സുമായിട്ട് ട്രെയിനിലേക്ക് വന്നു. വെള്ളം കണ്ടതും എല്ലാവർക്കും ഒടുക്കത്തെ സന്തോഷം. സന്തോഷത്തോടെ എല്ലാവരും വെള്ളം കുടിക്കാനായിട്ട് ചെന്നതും അയാൾ അതിന് തടയുന്നു. ഇത് ഞാൻ കണ്ടുപിടിച്ച വെള്ളമാ, നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം എനിക്ക് തരണം. എന്നാൽ ഇത് കേട്ടതും നമ്മുടെ നോയ വന്ന് അങ്ങനെ ട്രെയിനിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് ഇട്ടു. ഡോ കിളവാ, ഈ ഒരു അവസ്ഥയിലും തനിക്ക് വില പേശണോ അല്ലേ എന്നും പറഞ്ഞ്
പറഞ്ഞ് അങ്ങനെ അടിച്ചൊരു പരുവാക്കി. ഡോ, മര്യാദയ്ക്ക് വെള്ളം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. അങ്ങനെയാണെങ്കിൽ തനിക്കിവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ കാട്ടിലേക്ക് പോയിക്കോണം. അത് കേട്ടതും വേറെ വഴിയില്ലാതെ അയാൾ എല്ലാവർക്കും വെള്ളം ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് വെള്ളം കുടിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വെള്ളത്തിന്റെ വില എന്താണെന്ന് പോലും എല്ലാവർക്കും മനസ്സിലായതും. ഓരോരുത്തരുടെ കയ്യിലും ഓരോ ബോട്ടിൽ വെള്ളം വെച്ചേ ഉള്ളൂ. എന്നാൽ എപ്പോ വേണമെങ്കിലും അത് കാലിയാവാം. ആ മലയുടെ മുകളിൽ കയറുകയാണെങ്കിൽ അവർക്ക് ഇനി വെള്ളം കിട്ടും. പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ടല്ലോ. അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന മരങ്ങളുടെ വേരൊക്കെ യൂസ് ചെയ്ത് ഒരു കയറ് പോലെ ഉണ്ടാക്കുന്നു. ശേഷം അതുപയോഗിച്ച് സാം ആ മലമുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഒരു വിധത്തിലെ ഏന്തി വലിഞ്ഞ് മുകളിലേക്ക് കയറിയതും വിചാരിച്ചതുപോലെ തന്നെ അവർ വെള്ളം കണ്ടു. അതോടെ അവൻ ഒരുപാട് സന്തോഷമായി. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഒരു വലിയ ഷോക്കും കിട്ടുന്നു. എന്താണെന്ന് വെച്ചാൽ മൊത്ത ജപ്പാൻ നഗരവും മുഴുവൻ കടലായി കിടക്കുന്നു. പേരിന് പോലും ഒരു ബിൽഡിംഗ് പോലും അങ്ങ് കാണാനില്ല. ഈ വിവരം അവർ ട്രെയിനിലുള്ള എല്ലാവരെയും അറിയിച്ചു. അവർക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഭൂമി 30 വർഷം കഴിഞ്ഞത് നശിച്ചു പോകും. സകല മനുഷ്യരും ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും മൊത്ത പേര് മരിച്ചു പോയിട്ടുണ്ടാവുക? അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേന്നായതും നേരത്തെ പല്ല് പറിച്ച ആളില്ലേ, അയാള് കാടിന്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്താണ് പരിചയമില്ലാത്ത ഒരാളെ അവിടെ കാണുന്നത്. അയാളെ പിടിക്കാനായിട്ട് അങ്ങേരെ പുറകെ ഓടിയെങ്കിലും അയാൾ പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. അപ്പൊ തന്നെ അയാൾ ഓടി വന്ന് ബാക്കിയുള്ളവരോട് ഈ കാര്യം പറയുന്നു. നമ്മളെ കൂടാതെ വേറെ ഒരുത്തനെ ഞാൻ ഈ കാട്ടി കണ്ടു. അയാൾ ഇതേ അങ്ങോട്ട് ഓടിപ്പോയത്. പക്ഷേ അങ്ങേര് പറഞ്ഞിട്ട് ആരും അത് വിശ്വസിച്ചില്ല. നേരത്തെ വെള്ളത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിച്ചില്ല. എന്നാൽ പെട്ടെന്നാണ് അവിടെ മഴ പെയ്യാൻ തുടങ്ങിയത്. അതോടെ എല്ലാവരും ഒടുക്കത്തെ ഹാപ്പി. ഇനിയിപ്പോൾ വെള്ളത്തിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇനി അവർക്ക് വേണ്ടത് ഫുഡാണ്. ഭാഗ്യത്തിന് അവരുടെ കൂടെ ഒരു ബയോളജിസ്റ്റ് ഉണ്ടല്ലോ. അയാള് ഓരോ ചെടികളും പഴങ്ങളും നോക്കി ഏതൊക്കെ കഴിക്കാം ഏതൊക്കെ കഴിക്കണ്ട എന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിക്കാനുള്ള സാധനങ്ങളും തേടി പല വഴിക്ക് പോകാൻ തുടങ്ങി. ജെനിയുടെ കൂടെ റീനയായിരുന്നു കൂട്ടിന് പോയത്. അവൾക്ക് അവിടെ നിന്ന് ഏതോ ഒരു പഴം കിട്ടിയതും അത് കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞെടുത്ത് ജെനിക്ക് കൊടുക്കുന്നു. അത് വിശ്വസിച്ച് ജെനി അത് കഴിച്ചു നോക്കിയതും തൊട്ടടുത്ത നിമിഷം തന്നെ ദേഹം തളർന്നു പോയി അവൾ വീഴുകയാണ്. കാരണം അതൊരു വിഷക്കായായിരുന്നു. ഭാഗ്യത്തിന് അവൾ വളരെ കുറച്ചേ കഴിച്ചുള്ളായിരുന്നു. അത് കാരണം ജീവൻ ആപത്തൊന്നും പറ്റിയില്ല. അങ്ങനെ അല്പനേരം കഴിഞ്ഞതും എല്ലാവരും ചേർന്ന് കുറെ മുളകൾ വെട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. ശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കപ്പ് പോലെ യൂസ് ചെയ്യുകയാണ്. മുറിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ കത്തിയൊന്നുമില്ലല്ലോ, പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അത് പാറയിൽ വെച്ച് നല്ല ഒരച്ചൊരച്ച് മൂർച്ച വരുത്തിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നതും. അങ്ങനെ മലയുടെ മുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നതും നേരത്തെ ശേഖരിച്ചു കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് എല്ലാം വെച്ച് ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കി എല്ലാവരും വീതിച്ചെടുക്കുന്നു. എന്നാൽ നമ്മുടെ നോയ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേരത്തെ റീന ജെനിക്ക് കൊടുത്തൊരു ഫ്രൂട്ട് ഇല്ലേ, അതേപോലെ ഒരു ഫ്രൂട്ട് ഇതേ ഇവൻ കഴിച്ചതിനകത്ത് കിടക്കുന്നു. പക്ഷേ ഇതങ്ങനെ ഞങ്ങൾ കഴിക്കുന്ന ഫുഡിൽ വന്നത്, ഈ ഫുഡ് ആരും കഴിക്കല്ലേ എന്നവൻ വിളിച്ചു പറഞ്ഞെങ്കിലും നമ്മുടെ ജെറി ആ ഫുഡ് മുഴുവൻ കഴിച്ചു പോയിരുന്നു. എന്നാൽ അവനൊരു കുഴപ്പം പറ്റിയില്ല താനും. അപ്പോ തന്നെ നമ്മുടെ ബയോളജിസ്റ്റ് വന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഏയ്, ഇത് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നേരത്തെ കണ്ട ആ വിഷക്കായില്ലേ, അതും ഇതും കാണാൻ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതേ ഉള്ളൂ. അത് കേട്ടപ്പോൾ നോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കൂട്ടത്തില് ആരോ ഒരാൾ എല്ലാവരെയും കൊല്ലണമെന്ന് വെച്ച് മനഃപൂർവ്വം ചെയ്ത കാര്യമാണിത്. എന്തോ ഞങ്ങളുടെ നല്ല ഭാഗ്യം. വിഷക്കായാണെന്ന് കരുതി അയാൾ ഇട്ടത് നല്ല ബെറിയായിരുന്നു. പക്ഷേ ആരായിരിക്കും അത് ചെയ്തത്? അപ്പോഴാണ് കൂട്ടത്തിൽ പല്ലിളക്കി ആ അപ്പൂപ്പൻ ഇല്ലെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോ അയാൾ തന്നെയായിരിക്കും ഇത് ചെയ്തത്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തു. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് വല്ല നദിയും കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനും നോയയും ബയോളജിസ്റ്റും കൂടി അവിടെ പോയി അത് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ട്രെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവരോടുമായിട്ട് സാം പറഞ്ഞതും എല്ലാവരും ഒടുക്കത്തെ ഹാപ്പി. അങ്ങനെ 3 പേരും കൂടി നദിയും തേടി കാടിനുള്ളിലേക്ക് പോയി. എന്നാൽ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരാള് നമ്മുടെ ബയോളജിസ്റ്റിനെ ആക്രമിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നത് കാണുന്നത്. സാമിന് നോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആരായിരിക്കും അയാള്? നിലവിളി കേട്ട് അവർ ഓടിച്ചെന്ന് നോക്കിയതും ബയോളജിസ്റ്റ് വേദന കൊണ്ട് കിടന്ന് പൊളയുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അയാളുടെ വയറിൽ നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. അടുത്ത നിമിഷം തന്നെ അയാളെയും എടുത്തുകൊണ്ട് അവർ നേരെ കമ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ശേഷം ആവശ്യമായ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. വയറ്റിലുള്ള മുറിവ് മാറണമെങ്കിൽ എന്തെങ്കിലും മരുന്ന് വെച്ചല്ലേ പറ്റൂ. എന്തായാലും വെറുതെ കെട്ടിവെക്കാൻ പറ്റില്ല, അതുകൊണ്ട് തയ്യലിടണം. അപ്പോഴാണ് ഒരമ്മൂമ്മ വന്നിട്ട് എന്റെ കയ്യിൽ തുണി തയ്ക്കുന്ന സൂചി നൂലുണ്ടെന്ന് പറയുന്നത്. വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് ആ സൂചി നൂലും വെച്ച് തന്നെ അവർ തയ്യലിടുന്നു. മാത്രമല്ല ആ ബയോളജിസ്റ്റിന്റെ കയ്യിലായിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതിലെ എന്തൊക്കെ ചെടിയും പഴങ്ങളെയും എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മുറിവ് പറ്റിയാൽ ഏത് ചെടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആ കാട് മുഴുവൻ അലഞ്ഞു നടന്ന് അവർ ആ ചെടി കണ്ടെത്തുന്നു. ശേഷം അത് കൊണ്ടുവന്ന് അരച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അയാളുടെ മുറിവിൽ പുരട്ടി കൊടുത്തു. അത് കാരണം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അയാൾക്ക് സുഖമാവുകയും ചെയ്തു. പുറത്ത് ഇവരല്ലാതെ വേറെ ഏതോ ആൾക്കാരുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവരോടും പറഞ്ഞതും അപ്പോൾ തന്നെയാണ് നമ്മുടെ പല്ലെടുത്ത അപ്പൂപ്പൻ ഇങ്ങോട്ട് വരുന്നതും. ഡോ, താനല്ലേ ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ആ വിഷം ഇടാൻ നോക്കിയത്? ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഒരാളെ ഞാൻ കണ്ടെന്ന്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഞാനേ ഒരു സെക്യൂരിറ്റി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാ. അതുകൊണ്ട് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ എനിക്ക്
നന്നായിട്ട് അറിയാം. ആദ്യം നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തിന് ചുറ്റും നല്ലൊരു ട്രാപ്പ് ഉണ്ടാക്കണം. അതുവഴി ആ വ്യക്തികളെ നമുക്ക് പിടിക്കാനും പറ്റും. അങ്ങനെ അയാൾ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ട്രാപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ നോയ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. ഈ സമയം കൊണ്ട് ട്രെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അവൻ ഓരോരോ പുതിയ സ്റ്റൈലുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഈ സമയം കടന്നുപോയി. അല്പസമയം കഴിഞ്ഞതും ഇവർ സെറ്റ് ചെയ്ത ട്രാപ്പിനകത്ത് ആരോ കുടുങ്ങിയത് പോലെ ശബ്ദം ഒരു കേൾക്കുന്നു. ചെന്ന് നോക്കിയപ്പോഴോ ഒരു കൊച്ചുകുട്ടിയെ ട്രാപ്പിൽ പെട്ട് കിടക്കുന്നു. മോനെ, ആരാ നീ? എന്നാൽ ആ ചെറുക്കനാണെങ്കിൽ ട്രാപ്പ് എല്ലാം കളഞ്ഞിട്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. എന്നാൽ ജെനി സാമും കൂടി ആ കൊച്ചിന്റെ പിറകെ വെച്ച് പിടിക്കുന്നു. ആ കൊച്ച് ഓടി ഓടി ഒരു നദി കടന്ന് അപ്പുറത്തേക്ക് എത്തിയതും സാമും ജെനി ഒടുക്കത്തെ ഹാപ്പി. കാരണം റിവറും തേടി അവർ കുറെ അലഞ്ഞു നടന്നതല്ലേ. അബദ്ധത്തിലാണെങ്കിലും അവരിപ്പോൾ അത് കണ്ടുപിടിച്ചല്ലോ. നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. അതും പറഞ്ഞ് ആ ചെറുക്കൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആ ചെറുക്കൻ പറഞ്ഞതുപോലെ സാമും ജെനിയും അവിടെ തന്നെ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും നോയയും അവിടേക്ക് വരുന്നു. നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? നോയ ചോദിച്ചതും അവർ ആ ചെറുക്കനെ കണ്ട കാര്യമെല്ലാം പറയുന്നു. അങ്ങനെ കാത്തിരുന്ന് രാത്രിയായതും ആ ചെറുക്കൻ പറഞ്ഞതുപോലെ തന്നെ വരുന്നു. നിങ്ങൾ എന്റെ പിറകെ വാ. അതും പറഞ്ഞ് ആ ചെറുക്കൻ മുന്നോട്ടേക്ക് നടന്നതും അവരും അവന്റെ പിറകെ പോകാൻ തുടങ്ങി. അല്പം മുന്നോട്ടേക്ക് നടന്നതും ആ നദിയുടെ തീരം ചേർന്ന് ഒരു ഗ്രാമം മാതിരി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു പഴയ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആക്ച്വലി ആ ട്രെയിനിൽ നിന്ന് മിസ്സായത് ഇവരുടെ കമ്പാർട്ട്മെന്റ് മാത്രമല്ല, വേറെ ഒരു കമ്പാർട്ട്മെന്റ് കൂടി മിസ്സായിട്ടുണ്ട്. അത് വന്ന് പെട്ടുപോയത് ഈ സ്ഥലത്താണ്. അതിനകത്തുണ്ടായിരുന്നവരെല്ലാം അവിടെ മുഴുവനും ഒരു ഗ്രാമം മാതിരി സെറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നതും. ഈ ഗ്രൂപ്പിന് ഒരു ലീഡറും കൂടിയുണ്ട്. ആ ലീഡർ അവരെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് ഈ നദിയുടെ അടുത്താ കുടുങ്ങിയത്. അതുകൊണ്ട് കഴിക്കാൻ ആവശ്യമായ മീൻ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടി. മാത്രമല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ബിൽഡർ ഉണ്ടായിരുന്നു. അയാളുടെ ഐഡിയ പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ സെറ്റ് ആക്കിയത്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കിച്ചൺ ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഒരു ഗ്രാമം മാതിരി താമസിക്കാൻ തുടങ്ങി. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അവിടേക്ക് നടന്നു വരുന്നത്. ദാ, നീയല്ലേ ഞങ്ങളുടെ ബയോളജിസ്റ്റിനെ ഇടിച്ചിട്ട് പോയത്? എന്നാൽ അയാളാണെങ്കിൽ അടുത്ത നിമിഷം അവരോട് മാപ്പ് ചോദിക്കുന്നു. സത്യമായിട്ടും നിങ്ങൾ ആ ട്രെയിനിലുള്ളവരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് കരുതി പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ ഒരു സോൾവ് ആക്കി. ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ജെനി ചോദിച്ചതും ആ ലീഡർ അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞങ്ങൾ ഇവിടെ കുടുങ്ങിയതിന്റെ 4ാമത്തെ ദിവസം നദിയുടെ അടുത്തായിട്ട് ഞങ്ങൾ ഒരു ബോട്ട് കണ്ടിരുന്നു. അതിന്റെ ഉള്ളിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ഞാനത് റെഡിയാക്കിയിട്ട് അതിലെ സിഗ്നൽ ക്യാപ്ചർ ചെയ്യുമ്പോഴാണ് കാനഡയിലുള്ള ഏതൊരു സ്ഥലത്ത് നിന്നും എനിക്കൊരു സിഗ്നൽ കിട്ടിയത്. അവിടെയുള്ളവർ പറഞ്ഞത് ഇത് 2060 വർഷമെന്നാ. അങ്ങനെയാണെങ്കിൽ 2023 നമ്മൾ 2060 എത്തിപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലഘട്ടമില്ലേ 2023, അതിൽ നിന്നും 3 വർഷം കഴിഞ്ഞ്, അതായത് 2026. ആ വർഷം ആകാശത്ത് നിന്നും വലിയൊരു ഉൽക്ക ഭൂമിയിലേക്ക് പതിച്ചു. അത് വന്ന് വീണത് പസഫിക് സമുദ്രത്തിലാണ്. അതിൽ നിന്നും ഒരു വലിയ സുനാമി ഉണ്ടായി. ജപ്പാൻ നഗരം മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. അതിൽ നിന്നും ഉണ്ടായ പുക കാരണം സൂര്യപ്രകാശം പോലും ഭൂമിയിലേക്ക് കിട്ടിയില്ല. സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃഷികൾ മുഴുവനും നശിച്ചുപോയി. കൃഷിയില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ആഹാരം കഴിക്കാനാ? അത് കാരണം ബാക്കി ഉണ്ടായിരുന്ന മനുഷ്യർ കൂടി മരിച്ചുപോയി. അതിൽ നിന്ന് രക്ഷപ്പെട്ട വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. പക്ഷെ അവരുടെ കയ്യിൽ ടെക്നോളജി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. മാത്രമല്ല ആ ഉൽക്ക ഭൂമിയിലേക്ക് വീഴാൻ കാരണം പോലും നമ്മൾ മനുഷ്യരാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് സാറ്റലൈറ്റുകൾ നമ്മൾ ബഹിരാകാശത്തേക്ക് വിട്ടിരുന്നു. അതിൽ തന്നെ വർക്ക് ആവാത്തതെല്ലാം നമ്മൾ അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതുപോലെ വർക്ക് ആവാത്ത ഒരു സാറ്റലൈറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഉൽക്കയിൽ ഇടിച്ച് പൊട്ടിത്തെറിച്ചു. അത് കാരണം ആ ഉൽക്കയുടെ ഡയറക്ഷൻ മാറി അത് നേരെ ഭൂമിയിലേക്കാണ് വന്ന് പതിച്ചതും. എന്നാൽ 2023 ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ ഇവിടെ എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാണും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് നമ്മുടെ ടൈം ലൈനിലേക്ക് തന്നെ തിരിച്ചു പോകണം. ശേഷം അവിടെയുള്ളവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് വരാൻ പോകുന്ന ആപത്ത് എങ്ങനെയെങ്കിലും തടയണം. അങ്ങനെ ചെയ്താൽ ഭാവിയിൽ നമുക്ക് ഒരു ആപത്തും വരില്ല. അങ്ങനെ കമ്പാർട്ട്മെന്റ് 1 ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു. അവരും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഇപ്പോൾ നദി കണ്ടുപിടിച്ചില്ലേ, അതുകൊണ്ട് ഇനി പ്രോബ്ലം ഒന്നുമില്ല. മാത്രമല്ല കമ്പാർട്ട്മെന്റ് 2 എന്ന് പുതിയ കുറച്ച് ആൾക്കാരും കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോ അവർക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ നമ്മുടെ സാമുനോയും പിന്നെ കുറച്ച് ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയായിട്ട് അവർ വ്യത്യസ്തമായ ഒരു പച്ച കളർ കല്ല് കാണുന്നത്. പക്ഷേ അത് എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഒരു പക്ഷേ ഈ കല്ല് നമുക്ക് പിന്നീട് പ്രയോജനപ്പെട്ടാലോ? അതുകൊണ്ട് ഇതിപ്പോ എടുക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ. നോയ പറഞ്ഞതും സാം ആ കല്ലിന്റെ മുകളിലായിട്ട് വേറെ കുറെ കല്ലുകൾ വെച്ച് മൂടുന്നു. എന്നാൽ ഈ കാര്യം നേരത്തെ പല്ലെടുത്ത അപ്പൂപ്പനില്ലേ, അയാൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. ശേഷം നേരെ ചെന്ന് കമ്പാർട്ട്മെന്റ് 2 ഉണ്ടായിരുന്ന ആ ലീഡർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പച്ച നിറത്തിലുള്ള ഒരു ക്രിസ്റ്റൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അവന്മാർ ഒളിപ്പിച്ച് വെച്ചേക്കുവാ. ഇനി എന്ത് വിവരം കിട്ടിയാലും അതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരാം. അതിന് പകരമായിട്ട് എനിക്ക് കഴിക്കാൻ ആഹാരം മാത്രം തന്നാ മതി. അയാൾ ഒരു കുരുട്ടുപത്തി പറഞ്ഞതും ലീഡറും അതിന് ഓക്കെ പറയുന്നു. ഇപ്പോ ആ കല്ലിരിക്കുന്ന സ്ഥലം ആ ലീഡർക്ക് അറിയാലോ. അതുകൊണ്ട് അയാൾ തന്റെ കുറച്ച് ആൾക്കാരെ ആ കല്ലെടുക്കാൻ പറഞ്ഞു വിടുന്നു. എന്നാൽ അവര് വന്ന് അവിടെ തേടി നടക്കുന്നത് റീന കൃത്യമായിട്ട് കാണുന്നു. നിങ്ങൾ എന്ത് ചെയ്യും അവിടെ? ഞങ്ങളൊരു കല്ല് തേടി നടക്കുവാ. ഒരു പക്ഷേ ആ കല്ല് കിട്ടിയാലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയാലോ? അവര് പറഞ്ഞത് കേട്ടതും റീനയും ആ കല്ല് തേടാൻ തുടങ്ങി. അവളുടെ കൂടെ തന്നെ ജെനിയുണ്ട്. പക്ഷേ കല്ല് തേടി നടന്നവർക്ക് കിട്ടിയതോ ഒരു ഡെഡ് ബോഡി.
ബോഡി ആരെയോ കൊന്ന് അവിടെ കുഴിച്ചിട്ടേക്കുമാണ്. പെട്ടെന്നാണ് അവിടേക്ക് കമ്പാർട്ട്മെന്റ് 2 ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ വരുന്നത്. അവന്മാര് ജെനിയും റീനയും പിടിക്കാൻ തുടങ്ങിയതും റീന എങ്ങനെയൊക്കെയോ അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് കമ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം സാമിന്റെ അടുത്ത് നോയെടുത്തും പറഞ്ഞതും ജെനിയെ രക്ഷിക്കാൻ വേണ്ടി അവർ അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങി. പക്ഷെ അവര് വരുന്നതിന് മുന്നേ തന്നെ ജെനി അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. നേരത്തെ ആ ലീഡർ ഒരു ബോട്ട് കണ്ടുപിടിച്ച കാര്യം പറഞ്ഞില്ലേ, അവന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി ജെനി വന്ന് ഒളിച്ചത് ആ ബോട്ടിനുള്ളിലായിരുന്നു. ഇതേ സമയം സാമും നോയയും ആ ലീഡറിന്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. ഞങ്ങളൊരു ഡെഡ് ബോഡി കണ്ടായിരുന്നു, മാത്രമല്ല നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരെ പിടിക്കാൻ നോക്കി. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അന്നേരമാണ് അവരൊരു കാര്യം പറയുന്നത്. കമ്പാർട്ട്മെന്റ് 2 ഇവിടെ വന്ന് പെട്ടില്ലേ, ആ സമയത്ത് അതിനുള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പെട്ട ടെൻഷനിൽ അയാൾ എല്ലാവരെയും കൊല്ലാൻ നോക്കി. ഞങ്ങള് അയാളെ തടയാൻ നോക്കിയതാ, പക്ഷെ അബദ്ധവശാല് എന്റെ കുത്തുകൊണ്ട് അയാൾ മരിച്ചുപോയി. ഇവിടെയുള്ള മറ്റുള്ളവര് ഞാൻ അവരെയൊക്കെ രക്ഷിക്കാൻ നോക്കിയതിന്റെ പേരിൽ എന്നെ പിടിച്ച് ലീഡറാക്കി. അയാളുടെ കുഴിച്ചിട്ട ബോഡിയാണ് നിങ്ങൾ കണ്ടതും. അപ്പൊ ജെനി എന്തിയെ? ആ പെണ്ണ് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അത്രയും പറഞ്ഞ് അയാളെ നേരെ പോയത് ആ ബോട്ടിലേക്കാണ്. ശേഷം അവിടെയുള്ള റേഡിയോ വഴി ആരോട് സംസാരിക്കാൻ ശ്രമിക്കുവാണ്. പക്ഷേ ആ റേഡിയോയുടെ വയറുകളെല്ലാം കട്ടായി കിടക്കുമായിരുന്നു. ഇത് ഒളിച്ചിരുന്ന നമ്മുടെ ജെനിയും കാണുന്നു. അവൾ അവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അവളോട് അയാൾ ഒരു കാര്യം പറയുന്നത്. നമ്മുടെ ടൈം ലൈനിലെ എന്റെ ലൈഫ് എന്തൊരു ബോറായിരുന്നെന്ന് അറിയാവോ? എന്റെ ഏത് ഭാഗ്യത്തിനാണ് ഞാൻ ഈ ഫ്യൂച്ചറിലേക്ക് വന്നതും. ഇവിടെയാണെങ്കിൽ എല്ലാവരും എന്നെ ലീഡറായിട്ടാണ് കാണുന്നത് പോലും. ഈ ലൈഫ് എനിക്ക് ഇങ്ങനെ തന്നെ ജീവിക്കണം. എനിക്കെന്ന് പറഞ്ഞ ഒരു ലോകം തന്നെ ഞാൻ ഉണ്ടാക്കും. പിന്നെ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ ഇവിടുന്ന് കിട്ടിയ ഒരു ബുക്കിൽ നിന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാ. ഇവിടുന്ന് പാസ്റ്റിലേക്ക് തിരിച്ചു പോയാൽ വീണ്ടും ഞാൻ പഴയ ലൈഫ് ജീവിക്കേണ്ടി വരും. എന്നാൽ ഇവിടെയാണെങ്കിൽ നിങ്ങളെയൊക്കെ വെച്ച് എനിക്ക് രാജാവായിട്ട് ജീവിക്കാം. പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിട്ടാൽ ഈ കാര്യങ്ങളെല്ലാം നീ മറ്റുള്ളവരോട് പറയില്ലേ, അതുകൊണ്ട് നിന്നെ ഇവിടുന്ന് വിടാൻ പറ്റില്ല. അതും പറഞ്ഞ് അവളെ ബോട്ടിനുള്ളിൽ തന്നെ അയാൾ പൂട്ടിയിടുന്നു. എത്ര ഒച്ച വെച്ചാലും ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കില്ല. ഇവിടെ ഇതേ സമയം കമ്പാർട്ട്മെന്റ് 1-ലുള്ളവർക്കെല്ലാം 2-വിനെ ആലോചിച്ച് നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ ഈ കാര്യങ്ങൾ മുഴുവനും ആ അപ്പൂപ്പൻ ചെന്ന് നേരെ കമ്പാർട്ട്മെന്റ് 2-ലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ കമ്പാർട്ട്മെന്റ് 2-ലുള്ളവർ വിചാരിച്ചത് വേറെ രീതിയിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 1-ലുള്ളവര് ആയുധങ്ങൾ റെഡിയാക്കുന്നെന്നും അത് വെച്ച് നമ്മളെല്ലാം കീഴ്പ്പെടുത്തി ഇവിടെ കയറുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിയല്ലേ പറ്റൂ. അതോടെ കമ്പാർട്ട്മെന്റ് 1-ലുള്ളവരും 2-ലുള്ളവരും തമ്മിൽ പൊരിഞ്ഞാടിയായി. എന്നാൽ കൃത്യസമയത്താണ് ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ ജെനി ഓടി അങ്ങോട്ടേക്ക് വരുന്നതും. അവള് വന്ന് ആ ലീഡറെ പറ്റി സകല കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നു. അവൻ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക, ഒരാളെയും അയാൾ കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. ആ ബോട്ടിലുള്ള സകല കണക്ഷൻസ് കട്ടായി കിടക്കുക. അയാൾക്ക് ഇവിടെ രാജാവായിട്ട് വാഴണമെന്ന് പറയുന്നത്, അതിനുവേണ്ടി അയാൾ നമ്മളെല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുക. സത്യമെല്ലാം പറഞ്ഞതും അയാളുടെ കമ്പാർട്ട്മെന്റിലുള്ളവർ പോലും അയാൾക്കെതിരായി. ഇനിയിപ്പോൾ ഒന്നും താൻ വിചാരിച്ച കണക്ക് നടക്കില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ ബോട്ടിൽ നിന്നും അയാൾക്ക് ഒരു നോട്ട് കിട്ടിയില്ലേ, അത് അയാളെ നോയുടെ കയ്യിൽ കൊടുക്കുന്നു. ഇവിടെ നിന്നും തിരിച്ചു പോവുക എന്നുള്ളത് കുറച്ച് പാടാണ്. ഇപ്പോ നമ്മൾ ഇവിടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതേ സമയം കമ്പാർട്ട്മെന്റിൽ 1-ലുണ്ടായിരുന്ന 2 പേര് ചേർന്ന് നേരത്തെ അവരൊരു വലിയ ബിൽഡിംഗ് കണ്ടില്ലേ, അവിടെ ചെന്ന് നോക്കിയാൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്നറിയാൻ വേണ്ടി 2 പേരും കൂടി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിക്ക് ആകാശത്ത് വ്യത്യസ്തമായ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. അറോറ ലൈറ്റ് എന്നാണ് അതിന്റെ പേര്. മാത്രമല്ല നേരത്തെ സാമിനെ നോക്കും കൂടി ഒരു പച്ച കളർ കല്ല് കിട്ടിയില്ലേ, അതുപോലെ കുറെ കല്ലുകൾ ഇവർ പോകുന്ന വഴിക്കുണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇതേ സമയം 2023-ലുള്ള ഒരു സയന്റിസ്റ്റ് ടണലിന്റെ ഉള്ളിൽ നിന്നും ആ 2 ബോഗികൾ മിസ്സായില്ലേ, അതിന്റെ ഫൂട്ടേജസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടണലിന്റെ ഉള്ളിലേക്ക് ആ ട്രെയിൻ പ്രവേശിച്ച സമയത്ത് തന്നെ അവിടെ ഒരു വാം ഹോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണുന്നത്. അതുവഴി ആ 2 ബോഗികളും വേറൊരു ടൈമിലേക്ക് പോയി കാണുന്നവർക്ക് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് അതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളായിരുന്നു. ഇതേ സമയം 2060-ല് നേരത്തെ ബിൽഡിംഗിന്റെ അടുത്തേക്ക് 2 പേര് പോയില്ലേ, അവര് തിരികെ വന്നിട്ടുണ്ട്. ആകാശത്ത് അറോറ ലൈറ്റുകൾ വരുന്ന സമയത്താണ് താഴെ കിടക്കുന്ന കല്ലുകളും തിളങ്ങുന്നത്. അവര് തിരികെ വന്നതും ഈ കാര്യം എല്ലാവരോടും പറയുന്നു. പിന്നീട് അങ്ങോട്ട് 2 കമ്പാർട്ട്മെന്റിലുള്ളവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആ പച്ച കളർ കല്ലിനെ പറ്റി സാമിനെ നോക്കിയൊക്കെ നേരത്തെ തന്നെ അറിയാലോ. ഇപ്പൊ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ആ ഗ്രീൻ കളർ കല്ലുകളെല്ലാം അന്ന് ഭൂമിയിൽ പതിച്ച ഉൽക്കയില്ലേ, അതിന്റെ പാർട്ടുകളായിരുന്നു. അപ്പോഴാണ് ഇവരൊക്കെ നേരത്തെ വെച്ച ട്രാപ്പിൽ കുടുങ്ങിയ ഒരു കൊച്ചുകുട്ടിയില്ലേ, അവനൊരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ വരുന്ന സമയത്ത് ആകാശത്തു കൂടി ഒരു ഉൽക്ക പോകുന്നവൻ കണ്ടിരുന്നു. ഇതേ സമയം തന്നെ 2023-ലുള്ള സയന്റിസ്റ്റും ഒരു കാര്യം ഗസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ മിസ്സായ സമയം, ആ സമയത്ത് ആകാശത്ത് ഒരു പ്രകാശം കണ്ടിരുന്നു. ആക്ച്വലി അതൊരു സൂപ്പർനോവയാണ്, ഒരു പവർഫുൾ കോസ്മെറ്റിക് ഇവന്റ്. അതിന്റെ പവർ കാരണം ടണലിന്റെ ഉള്ളിലായിട്ട് ഒരു പോർട്ടൽ ഉണ്ടായി കാണണം. അതുവഴി ട്രെയിനിന്റെ ലാസ്റ്റ് 2 ബോഗികളും വേറൊരു കാലഘട്ടത്തിലേക്ക് പോകാനാണ് ചാൻസ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് 2060-ലുള്ളവരും ഗസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബഹിരാകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളില്ലേ, ഈ നക്ഷത്രങ്ങളെല്ലാം ആയുസ് തീർന്ന് എരിഞ്ഞൊടുങ്ങി ഇല്ലാതാവുന്നത് സൂപ്പർനോവ എന്ന വലിയൊരു പൊട്ടിത്തെറിയോട് കൂടിയാണ്. അതാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ. അങ്ങനെ ഒരു പൊട്ടിത്തെറിക്ക് ശേഷം അവിടെ ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവുന്ന സമയത്ത് സ്പേസ് ടൈമിലായിട്ട് അത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. അങ്ങനെയാണ് ടണലിന്റെ ഉള്ളിലായിട്ട് ഒരു വാം ഹോൾ ഉണ്ടായതും അതുവഴി ലാസ്റ്റ് 2 ബോഗികളും വേറെ ടൈമിലേക്ക് പോയതും. അങ്ങനെ ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നുവിട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് തിരികെ
എങ്ങനെയാ പോകേണ്ടെന്ന് അറിയില്ലല്ലോ. എന്ത് വേണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അന്ന് വൈകുന്നേരം ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടാവുന്നത്. പുറത്തു നിന്നാൽ അപകടമാണെന്ന് മനസ്സിലായതും എല്ലാവരും ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഇതേ സമയം നമ്മുടെ പല്ലിളകി പോയ ഒരു അപ്പുവനില്ലേ, അയാളാണെങ്കിൽ ഒരു ബൊമ്മ പോലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അല്പസമയം കഴിഞ്ഞതും അതുമായിട്ട് അയാൾ ബോഗിയുടെ ഉള്ളിലേക്ക് വരുന്നു. ശേഷം തന്റെ ബാഗെല്ലാം എടുത്തുകൊണ്ട് ആ ബോഗിയുടെ ഏറ്റവും പുറകിലേക്കായിട്ട് നടന്നു പോവുകയാണ്. ഡോ, താനെന്തായി കാണിക്കുന്നത്? ഞാൻ ഇവിടെ നിൽക്കാനൊന്നും വന്നതല്ല, ഇതുവഴി ടണലിന്റെ ഉള്ളിലേക്ക് പോകാൻ പോവാ. അതും പറഞ്ഞ് അയാൾ ആ ബോഗിയുടെ പിറകിലെ ഡോർ തുറന്നതും അയാൾ കാണുന്ന കാഴ്ച ടണലിന്റെ ഉള്ളിലായിട്ട് ഒരു വലിയ വാം ഹോൾ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ പാവയൊക്കെ വാം ഹോൾ അങ്ങ് വലിച്ചെടുത്തു. ഈ കാഴ്ച കണ്ടതും എല്ലാവരും ഒടുക്കത്തെ ഹാപ്പി. കാരണം ഈ വാം ഹോൾ വഴിയല്ലേ എല്ലാവരും 2060 എത്തപ്പെട്ടത്. അപ്പോ ഇതുവഴി തന്നെ തിരികെ പോയാൽ 2023 എത്താൻ പറ്റിയാലോ? അതും പറഞ്ഞ് സാം വാം ഹോളിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതും ഒരാൾ വന്ന് തന്നെ തടയുന്നു. വാം ഹോൾ വഴി നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റില്ല, നേരിട്ട് പോയാൽ നമ്മുടെ ഒരു അംശം പോലും ഇല്ലാതെ നശിച്ചു പോകും. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള മറ്റേതെങ്കിലും വഴി ആലോചിക്കണം. അപ്പോഴേക്കും ആ വാം ഹോൾ അവിടെ നിന്ന് മറഞ്ഞു പോയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ വാം ഹോൾ ഓപ്പൺ ആവുന്നത് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി ഉണ്ടാകുമ്പോഴാണ്. എന്ന് വെച്ചാൽ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോഴോ, ആകാശത്തില് അറോറ ലൈറ്റുകൾ വരുന്ന സമയത്തോ, അല്ലെങ്കിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോഴൊക്കെയാണ് അത് ഓപ്പൺ ആവുന്നത്. മാത്രമല്ല വാം ഹോൾ ഓപ്പൺ ആവുന്ന സമയത്ത് ആ പച്ച കളർ കല്ലുകളില്ലേ, അതെല്ലാം നല്ല രീതിയിൽ പ്രകാശിക്കും. അതുകൊണ്ട് അടുത്ത തവണ അറോറ ലൈറ്റ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റോ വരുന്ന സമയം നോക്കിയിട്ട് നമുക്ക് വാം ഹോളിന്റെ ഉള്ളിലേക്ക് പോകണം. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു കവചം കൂടിയേ തീരൂ. അതിനുവേണ്ടി അവരൊരു ഐഡിയയും കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു കാന്തം പോലെയാണ്. അതിന്റെ ചുറ്റിനും ഒരുപാട് മാഗ്നറ്റിക് എനർജികളുണ്ട്. ആ കാന്തിക ശക്തിയാണ് മോശമായ കാര്യങ്ങളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുന്നതും. ഇപ്പോ നമ്മൾ വാം ഹോളിനുള്ളിൽ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അതിന് നമ്മൾക്ക് ഒരുപാട് പവർ സോഴ്സുകൾ വേണം. ഇവരിപ്പോഴുള്ള കമ്പാർട്ട്മെന്റ് ഇല്ലേ, അതിൽ മുഴുവനും കേബിളുകൾ ചുറ്റി അതുവഴി ഹൈ വോൾട്ടേജ് കറണ്ട് കടത്തിവിട്ടാൽ ഈ കമ്പാർട്ട്മെന്റ് മുഴുവനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുവഴി ഈ കമ്പാർട്ട്മെന്റ് മൊത്തത്തിൽ നമുക്ക് വാം ഹോളിനുള്ളിൽ കടത്തിവിടാനും പറ്റും. അങ്ങനെ ചെയ്താൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതിനൊക്കെ ഹൈ വോൾട്ടേജ് കറണ്ട് വേണ്ടേ? എന്ത് വേണമെന്ന് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് ഈ പോസ്റ്റ് ഇല്ലേ, മണ്ണിൽ പൂഴ്ന്നു കിടക്കുന്ന ആ പോസ്റ്റ് കണ്ടെത്തുന്നു. അതിലുണ്ടായിരുന്ന കേബിളുകൾ ഫോളോ ചെയ്ത് അവർ ചെല്ലുന്നത് ഇതിന്റെ മെയിൻ കണക്ഷൻ എല്ലാം വരുന്ന പവർ ഹൗസിലേക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർക്ക് ആവശ്യമായ ഹൈ വോൾട്ടേജ് കറണ്ട് കിട്ടി. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ കേബിളുകൾ കൊണ്ടുവന്ന് ആ കമ്പാർട്ട്മെന്റ് മുഴുവൻ വരിഞ്ഞു ചുറ്റുന്നു. ഇനി ഹൈ വോൾട്ടേജ് കറണ്ട് കടത്തിവിട്ടാൽ മാത്രം മതി. പക്ഷേ അത് ഇപ്പോഴല്ല ചെയ്യേണ്ടത്. ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ അറോറ ലൈറ്റോ കാണുന്ന സമയത്ത് വേണ്ടത് ചെയ്യാൻ. ഇപ്പോ അതിനുവേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ വാം ഹോളിനുള്ളിൽ കൂടി പോയില്ലേ, അപ്പോ അവരെത്തിപ്പെടുന്നത് 2023 തന്നെയാണെന്ന് ഒരു ഉറപ്പില്ല. ഒരുപക്ഷെ ഇനി ഫ്യൂച്ചറിലേക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. എന്ത് വേണമെങ്കിലും നടക്കാം. അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. ഇപ്പോ പകുതി പേര് മാത്രമാണ് പോകാൻ തീരുമാനിക്കുന്നത്. ബാക്കിയുള്ളവര് ഈ 2060 തന്നെ ജീവിക്കും. അതുവഴി നടക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ 2060 അതുപോലെ തന്നെ ജീവിക്കേണ്ടി വരും. പക്ഷേ വാം ഹോൾ വഴി പാസ്റ്റിൽ പോയില്ലേ, അവർക്ക് ചെന്ന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ തടയാൻ സാധിക്കുകയാണെങ്കിൽ 2060 പുതിയതായിട്ട് ഒരു ടൈം ലൈൻ ആയിരിക്കും ഉണ്ടാകുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്കോട് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ കാത്തിരുന്ന് വിചാരിച്ചതുപോലെ തന്നെ ഒരു ദിവസം അവർക്ക് അറോറ ലൈറ്റുകൾ കാണാൻ പറ്റി. കൂടെ തന്നെ വലിയ ചുഴലിക്കാറ്റിലുള്ള സാധ്യതയുണ്ട്. അതോടെ വാം ഹോളിനുള്ളിലൂടെ പോകാൻ തീരുമാനിച്ചവരെല്ലാം ഓടിച്ചെന്ന് കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നു. വിചാരിച്ചതുപോലെ തന്നെ അവിടെ ഒരു വാം ഹോൾ ക്രിയേറ്റ് ആവുകയും ചെയ്തു. അത് കണ്ട അടുത്ത നിമിഷം തന്നെ ഹൈ വോൾട്ടേജ് പവറും കണക്ട് ചെയ്തു. അതോടെ കമ്പാർട്ട്മെന്റ് 1 മുഴുവനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ തന്നെ ആ കമ്പാർട്ട്മെന്റ് ശരവേഗത്തിൽ വാം ഹോളിനുള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ അവരിപ്പോൾ പാസ്റ്റിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് എല്ലാം ഇവരെ കണ്ട് ഞെട്ടി നിൽക്കുവാണ്. ഇവർക്കാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷം. വിചാരിച്ചതുപോലെ തന്നെ പാസ്റ്റിലല്ല എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വന്നേക്കുന്നത് 2023 ഇത് 2026 മെയ് 1. അവര് ശരിക്കും ഞെട്ടി പണ്ടാരടങ്ങിപ്പോയി. എന്താണെന്ന് വെച്ചാൽ 2026 ഡിസംബറിലാണ് ഈ ലോകം അവസാനിക്കാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് 2023 ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ 3 വർഷമില്ലേ, ഇതിപ്പോൾ ഏതാനും മാസങ്ങളല്ലേ ഉള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാ ദുരന്തം തടുക്കാനാ? അങ്ങനെ വിവരം അറിഞ്ഞ അധികാരികളെല്ലാം എത്തിയതും അവര് എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കുന്നു. ബോട്ടിൽ നിന്നും ഒരു ഡയറി കിട്ടിയില്ലേ, അതുൾപ്പെടെ അവർ തെളിവായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല തുടക്കത്തിലെ ഒരു പ്രത്യേക ഇനം ചെടി കാണിച്ചില്ലേ, അതും പിന്നെ ഉൾക്കയുടെ കഷ്ണങ്ങളും അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന മിക്ക സാധനങ്ങളും തെളിവായിട്ട് കാണിക്കുന്നു. പക്ഷേ ഇവരൊക്കെ എത്ര തെളിവ് നിരത്തി കാണിച്ചിട്ടും ആരും അവരെ വിശ്വസിക്കുന്നില്ല. ഒന്നാമതേ 3 വർഷം മുന്നേ കാണാതെ പോയ കമ്പാർട്ട്മെന്റ് ആണ് തിരികെ വന്നിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചതാണെന്ന് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നല്ലേ ഇതൊക്കെ വിശ്വസിക്കുന്നത്. അത് കാരണം അവര് പിന്നെ ഇന്റർനെറ്റിന്റെ സഹായമാണ് തേടുന്നത്. അതുവഴി ഒരു വലിയ ഉൽക്ക ഭൂമിയിലേക്ക് പതിക്കാൻ പോവുകയാണെന്നും അത് എങ്ങനെയെങ്കിലും തടുത്തു നിർത്തണമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെളിവ് നിരത്തിയവർ പറയുന്നു. അതോടെ ജനങ്ങൾ മുഴുവൻ അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയതും അവസാനം ഗവൺമെന്റിന് വേറെ വഴിയില്ലാതായി. ഒരു പക്ഷേ അവര് പറയുന്നത് ശരിയാണെങ്കിലോ? അതുകൊണ്ട് തന്നെ അവരൊരു വലിയ മിസൈൽ റെഡിയാക്കാൻ തുടങ്ങി. എങ്ങാനും ആ ഉൽക്ക വീഴുകയാണെങ്കിൽ ഈ മിസൈൽ വെച്ച് അതിനെ
തകർത്ത് അതിന്റെ പാത മാറ്റിവിടാൻ സാധിക്കും. അങ്ങനെ വാം ഹോളിനുള്ളിൽ പെട്ടുപോയ ആൾക്കാരുടെ ഫാമിലീസ് മുഴുവനും അവരെ വന്ന് മീറ്റ് ചെയ്യുന്നു. പക്ഷേ നോയെ കാണാൻ മാത്രം ആരും വന്നില്ല. ഒരു പക്ഷേ തന്റെ അനിയൻ തന്നെ മറന്നു കാണുന്നു കരുതി അവൻ ഒരുപാട് വിഷമിക്കുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൻ കാണുന്നത് തന്റെ അടുത്തേക്ക് ഓടി വരുന്ന തന്റെ അനിയനെയാണ്. പരസ്പരം കണ്ടതും രണ്ടു പേർക്കും അത്രയും സന്തോഷം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവര് പറഞ്ഞതുപോലെ തന്നെ ഭൂമിയെ നോക്കി ഒരു ഉൽക്ക വരുന്നത് പോലുള്ള സിഗ്നൽ എല്ലാവർക്കും കിട്ടുന്നു. പ്രിപ്പയർഡ് ആയിരുന്നത് കൊണ്ട് തന്നെ അവരുണ്ടാക്കിയ ആ മിസൈൽ ഉപയോഗിച്ച് അതിന്റെ പാത മാറ്റിവിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ഭൂമിയിൽ പതിക്കാതെ വേറെ വഴിയാണ് പോയത്. അത് കാരണം പുതിയ ഒരു ടൈം ലൈൻ കൂടെ ക്രിയേറ്റ് ആവുന്നു. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 2023 നിന്നും കുറച്ചുപേര് ടൈം ട്രാവൽ ചെയ്ത് 2060 വന്നില്ലേ, അതിലെ പാതി പേര് അതേ വാം ഹോൾ വഴി തന്നെ 2026 തിരികെ പോയിട്ട് വരാൻ പോകുന്ന ദുരന്തത്തെ തടയുന്നു. അതുകൊണ്ട് തന്നെ ടൈം ലൈൻ 2 ഒരു പ്രശ്നവുമില്ല. ടൈം ലൈൻ 2 2060 സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ടൈം ലൈൻ 1 കുറെ ആൾക്കാര് 2060 തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചില്ലേ, അവരൊക്കെ ഇപ്പോഴും ടൈം ലൈൻ 1 തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. കിട്ടിയ ജീവിതത്തില് സുഖമായിട്ട് അവർ കൃഷിയൊക്കെ ചെയ്തങ്ങ് ജീവിക്കുന്നു. അത് കാരണം ടൈം ലൈൻ 1 ഇനിയും മനുഷ്യരാശികൾ ഉണ്ടാകാൻ തുടങ്ങും. ഭൂമി വീണ്ടും പഴയതുപോലാകും. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.